മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ഇങ്ങനെ ഔദക്കുട്ടിച്ചായൻ പുനലൂർക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അലീന ഔദക്കുട്ടിച്ചായനോട് ചോദിക്കും, ഞാനും അപ്പച്ചൻ്റെ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, നീ വന്നാൽ അത് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ സ്റ്റാൻലി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പൗലോസ് പോലും സഹായത്തിന് ഇല്ലല്ലോ എന്ന് പറയുകയാണ്. മുത്തശ്ശൻ, ഞാൻ വന്നാൽ മുത്തശ്ശനിക്ക് ഞാൻ വരുന്നത് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, ലാലച്ചനായിരിക്കും അതെല്ലാം പ്രശ്നം എന്ന് പറയുകയാണ്. അപ്പോൾ അലീന ചോദിക്കും, അതെന്താ ലാലച്ചന് പ്രശ്നം? ഞാനെന്തേ അവിടെ ബന്ധുക്കളെയൊക്കെ കണ്ടാൽ അത് വലിയ പോരായി ആയിട്ട് തോന്നുമോ ലാലച്ചനെ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, അതൊന്നുമല്ല, അവന് അങ്ങനെയൊന്നും അങ്ങോട്ടേക്കൊന്നും വരാറില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, പപ്പ അല്ലല്ലോ വരുന്നത്, ഞാനല്ലേ വരുന്നത്. കുട്ടിച്ചായൻ പറയും, നമുക്കൊന്ന് അവനോട് ചോദിച്ചു നോക്കാം. അങ്ങനെ അലീനയും സ്റ്റാൻലിയും അതുപോലെ ഔദക്കുട്ടിച്ചായനും ഇങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് അലീന സ്റ്റാൻലിയോട് ചോദിക്കും, നാളെ മുത്തശ്ശൻ പോവുകയാണ്, ആ സമയത്ത് നമുക്ക് മുത്തച്ഛൻ്റെ കൂടെ പുനലൂർക്ക് പോയാലോ ചോദിക്കുകയാണ്. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി സ്റ്റാൻലി പറയും, ഇവിടെ നിന്നും ആരും എങ്ങോട്ടേക്കും പോകുന്നില്ല, മുത്തശ്ശന് ഒരുപാട് തിരക്കുണ്ട്, അതുകൊണ്ടാണ് മുത്തശ്ശൻ പോകുന്നത്, മുത്തശ്ശൻ പോയിക്കോട്ടെ, പിന്നെ ഒരിക്കലും നമുക്ക് പോകാം എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന ചോദിക്കും, എന്താ ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ വന്നാൽ അതൊക്കെ നിങ്ങൾക്ക് നാണക്കേടായതുകൊണ്ടാണോ എന്നെ കൊണ്ട് പോകണ്ട എന്ന് തീരുമാനിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, ഇങ്ങോട്ടേക്കൊന്നും പറയാൻ നിൽക്കണ്ട, പോവേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വേറൊരു ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ അലീന ഭക്ഷണം കഴിച്ച് മുറിയിലോട്ട് പോകും. അങ്ങനെ ഔദക്കുട്ടിച്ചായൻ സ്റ്റാൻലിയോട് പറയും, എടാ അവൾക്കും ആഗ്രഹമുണ്ടാവില്ലേ അവളുടെ ബന്ധുക്കളെയൊക്കെ കാണണമെന്ന്. ആ സമയത്ത് സ്റ്റാൻലി പറയും, അവളെയും കൊണ്ട് അവരുടെ അടുത്തോട്ടേക്ക് ചെന്നാൽ അവരൊക്കെ ഓരോന്ന് ചോദിച്ച് അവളെ വിഷമിപ്പിക്കും, അതൊക്കെ വേണോ, അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അവളെ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ പറയും, അവളെ അവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ പറയും, അവൾക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്, അവൾ വിചാരിച്ചിട്ടുണ്ടാകും നമ്മൾക്കൊക്കെ അവളെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതിൽ കുറവാണെന്ന്. ആ സമയത്ത് സ്റ്റാൻലി പറയും, എങ്കിൽ നാളെ ഞങ്ങളും പോരാം എന്ന് പറയുകയാണ്. അങ്ങനെ ഔദക്കുട്ടിച്ചായൻ സ്റ്റാൻലിയോട് പറയും, നീ തന്നെ അവളോട് ചെന്ന് പറ, നാളെ നമുക്ക് പോകാമെന്ന്. ആ സമയത്ത് സ്റ്റാൻലി ഔദക്കുട്ടിച്ചായനോട് പറയും, ഞാൻ തന്നെ പറയണോ, അത് പപ്പയെ അങ്ങ് പറഞ്ഞേക്കെന്ന് പറയണേ. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, നീ ചെന്ന് പറ, അതാണ് വേണ്ടത്, നിൻ്റെ മകൾ നിന്നോടല്ലേ ചോദിച്ചത്, അപ്പം നീയാണ് അതിനുള്ള മറുപടി കൊടുക്കേണ്ടതെന്ന് പറയുകയാണ്. അങ്ങനെ മുറിയിൽ വിഷമത്തോടു കൂടി ഇരിക്കുന്ന അലീനയുടെ അടുത്തോട്ടേക്ക് സ്റ്റാൻലി വരുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ചോദിക്കും, എന്താ വിഷമത്തോടു കൂടി ഇരിക്കുന്നത്? അപ്പോൾ അലീന പറയും, ഞാൻ പപ്പയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, അത് പപ്പ വേണ്ടെന്ന് വെച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് വിഷമമായി എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, എങ്കിൽ നാളെ അപ്പച്ചൻ പോകുന്ന സമയത്ത് നമുക്കും പോകാം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന അലീനക്ക് സന്തോഷമാകുന്നുണ്ട്. പിറ്റേ ദിവസം അങ്ങനെ അവരെല്ലാവരും 3 പേരും കൂടെ പുനലൂർക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഔദക്കുട്ടിച്ചായനും സ്റ്റാൻലിയും അലീനയും പുനലൂർക്ക് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ പുറപ്പെട്ട് അവർ പുനലൂരിലെത്തുകയാണ്. കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ആൻസി പുറത്തോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ കാറിൽ നിന്നും ഔദക്കുട്ടിച്ചായൻ ഇറങ്ങുകയാണ്. ആ സമയത്ത് ആൻസി പറയും, എത്ര ദിവസമായി അപ്പച്ചൻ ഇവിടെ നിന്നും പോയിട്ട്, ഇപ്പോഴാണോ തിരിച്ചു വരുന്നത്? ഞാൻ അവിടെ ചെന്നപ്പോൾ കുറച്ച് ദിവസം നിന്നു. ആ സമയത്ത് ആൻസി ചോദിക്കും, ഇങ്ങനെയൊന്നും കുറേ ദിവസമൊന്നും നിൽക്കാറില്ലല്ലോ. അങ്ങനെ കാറിൽ നിന്നും പിന്നീട് സ്റ്റാൻലി ഇറങ്ങുന്നുണ്ട്. ഇന്ന് ലാലച്ചനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആൻസി. അങ്ങനെ പിന്നീട് അലീനയാണ് കാറിൽ നിന്നും ഇറങ്ങുന്നത്. അങ്ങനെ കാറിൽ നിന്നും ഇറങ്ങുന്ന അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആൻസി. ആൻസി ഔദക്കുട്ടിച്ചായനോട് ചോദിക്കും, ഇതാണോ ആ പെൺകുട്ടി, ലാലച്ചൻ്റെ മകളാണെന്ന് പറഞ്ഞു വന്ന പെൺകുട്ടി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അതെ എന്ന് പറയുകയാണ്. അലീന അങ്ങനെ ആൻസിയുടെ അടുത്തോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആൻസി അലീനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതായത് അമ്മച്ചിയുടെ അതേപോലെ തന്നെ ഉണ്ടല്ലോ അലീനയെ കാണാൻ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. പിന്നീട് ആൻസി പറയും, വരൂ അകത്തോട്ടേക്ക് എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, ഞാൻ അകത്തോട്ടേക്കില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, ഇങ്ങ് കയറി വാടാ, ഇത് നമ്മുടെ വീടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് സ്റ്റാൻലിയെയും കൊണ്ട് അകത്തോട്ടേക്ക് വരുന്നുണ്ട്. അകത്ത് ചെന്നിരിക്കുന്ന അലീനയോടും ഔദക്കുട്ടിച്ചായനോടും ലാലച്ചനോടും ആൻസി പറയുന്നുണ്ട്, ഞാൻ കോഫി എടുത്തോണ്ട് വരാം എന്ന് പറയുകയാണ്. ആ സമയത്ത് അവിടെയുള്ള ചുമരുകളിലെല്ലാം നോക്കി നിൽക്കുകയാണ് അലീന. ഔദക്കുട്ടിച്ചായനും അതുപോലെ അമ്മച്ചിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോകളിലെല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അലീന. തന്നെ പോലെ തന്നെ ഉണ്ടല്ലോ അമ്മച്ചിയെ കാണാൻ എന്ന് ചിന്തിച്ച് നിൽക്കുകയാണ്.
എന്നിട്ട് അലീന ഔദക്കുട്ടിച്ചായനോട് ചോദിക്കുന്നുണ്ട്, വെറുതെ അല്ല എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടത്, കെട്ടിയോളെപ്പോലെ തന്നെ ഉണ്ട് ഞാൻ, അതുകൊണ്ടല്ലേ എന്നെ ഇഷ്ടപ്പെട്ടത്, ഞാൻ അതേപോലെ വാർത്തു വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പച്ച എന്ന് ചോദിക്കുകയാണ് അലീന. അതേ മോളെ എന്ന് പറയുകയാണ് ഔദക്കുട്ടിച്ചായൻ. അവളുടെ സംസാരവും നടപ്പും രീതികളും എല്ലാം നീ തന്നെയാണ് എന്ന് പറയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.